ജംഗിൾ ട്രാവലറിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നോട് പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ ഈ ജോബി ചേട്ടൻ്റെ വ്യത്യസ്തമായ ഒരു ഷോപ്പാണ്. ഹൈറേഞ്ചിൻ്റെ കവാടമായ നേര്യമംഗലത്തിനോട് ചേർന്ന് കിടക്കുന്ന തലക്കോട്, ആലിഞ്ചോട് പ്രദേശങ്ങൾ പോത്തിറച്ചിക്ക് പ്രസിദ്ധമാണ്. ഇന്ന് പന്നിയിറച്ചിയും കോഴിയിറച്ചിയും കഴിഞ്ഞാൽ ലോകത്ത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന മൂന്നാമത്തെ മാംസമാണ് ബീഫ്. ആലിഞ്ചോട്ടിലെ പേരുകേട്ട ഉണക്കയിറച്ചി സ്ഥാപനം നടത്തുകയാണ് ജോബി ചേട്ടൻ. ഉണക്കയിറച്ചിയുടെ ആദ്യത്തെ പ്രോസസ്സിംഗ് തുടങ്ങുന്നത് ഇവിടെ നിന്നാണ്. അത് വിശദമായി തന്നെ ജോബി ചേട്ടൻ നമ്മളോട് പറയും. ഇതെല്ലാം ജോയിൻ്റ് വിടിയിച്ച് എടുക്കണം. ഇതൊരു ജോയിൻ്റാണ്, ഇതെല്ലാം വിടിയിക്കണം. പിന്നെ ഇത് ഒരു ജോയിൻ്റാണ്, ഇതൊരു ജോയിൻ്റാണ്. ഇതിങ്ങനെ വിടിയിച്ച് എടുക്കണം. ഓരോ പീസിലും ജോയിൻറ്റുകൾ ഓരോരോ പീസ് അടക്കമായിട്ടാണ് ഇറങ്ങുന്നത്. ഇതെല്ലാം വിടിയിച്ച് ഇതുപോലെ തിരിച്ചെടുക്കുക. ഇല്ല, ഇനി ഇത് നുറുക്കാൻ നേരത്ത് നമ്മളിതിൻ്റെ ഉള്ളിൽ കൂടെ ഉണ്ടോ എന്ന് നോക്കും. ഇത് കട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ എടുത്ത് കട്ട് ചെയ്യുക, എന്നിട്ട് പീസാക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഉള്ളിലൊന്നൊരു ഇറച്ചിയിലെ പശലയും നെയ്യും ആവശ്യമില്ലാത്ത വേസ്റ്റുകളെല്ലാം മാറ്റി ഇതുപോലെ നല്ല അടിപൊളിയാക്കി നന്നാക്കി എടുത്തിട്ടുണ്ട്. ഇവിടെ അത്ര ഇറച്ചിയാണ് നോക്കി കഴിഞ്ഞപ്പോൾ ഇത്രയും വേസ്റ്റാണ്. ഇതുപോലെ ചെറിയ പീസായിട്ട് എടുക്കുക. എല്ലാം മുറിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്തത് ഇത് വാഷ് ചെയ്യാനാണ്. ഇറച്ചി വാഷ് ചെയ്യാൻ പോവാണ്. ഇത് നമ്മൾ വാഷ് ചെയ്ത് നിരത്തി വെച്ചേക്കുകയാണ്. ഇനി അടുത്ത് നമ്മളിതിനകത്ത് ഉപ്പ് പാകത്തിന് ചേർക്കുക. അടുത്ത് നമ്മൾ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുരുമുളക് പൊടിയോടെ ഇട്ട് കൊടുക്കുന്നതാണ്. ഉണക്ക ഇറച്ചിയുടെ ഇൻഗ്രീഡിയൻസ് വളരെ സിമ്പിളാണ്. മഞ്ഞൾപ്പൊടി, ഉപ്പ്, കുരുമുളക് പൊടി എല്ലാം കൂടി ഇട്ട് ഇതേപോലെ നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇനി ഇതൊരു അരമണിക്കൂർ നേരത്തേക്ക് നമ്മളിവിടെ വയ്ക്കുകയാണ്. ഇതിനകത്തേക്ക് സാധനങ്ങളെല്ലാം പിടിക്കണം. ഉപ്പ്, മഞ്ഞൾപ്പൊടി, കുരുമുളകൊക്കെ പിടിക്കാനായിട്ട് ഒരു അരമണിക്കൂർ നേരം ഇവിടെ ഇരിക്കട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ചേരയിലേക്ക് നിർത്താം. ഇവിടെ ചേര എന്ന് ഉദ്ദേശിക്കുന്നത് നെറ്റ് കൊണ്ടുണ്ടാക്കിയ ഒരു തട്ടാണ്. അതിൻ്റെ മുകളിൽ ഇറച്ചി നിരത്തി വയ്ക്കും. താഴെ ചിരട്ടയാണ് ഇവർ കത്തിക്കുന്നത്. അതിൻ്റെ ചൂടുകൊണ്ടാണ് ഇറച്ചി നന്നായിട്ട് ഉണങ്ങുന്നത്. 3 ദിവസത്തെ ഘട്ടം ഘട്ടമായ പ്രക്രിയയാണ് ഈ ഉണക്കിറച്ചിയുടെ പിന്നിൽ നടക്കുന്നത്. ഇതിപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് ഉണക്കായിട്ടുണ്ട്. പസലയോ നെയ്യോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല, ഇറച്ചി മാത്രമാണ്. ഏകദേശം 4 കിലോയിൽ കൂടുതൽ പച്ച ഇറച്ചി ഉണങ്ങുമ്പോൾ മാത്രമാണ് 1 കിലോ ഉണക്കയിറച്ചി കിട്ടുന്നത്. ഇവിടെ ഉണക്കയിറച്ചി മാത്രമല്ല, ഇടിയിറച്ചിയുണ്ട്. ഇനി ഉണക്കയിറച്ചി എങ്ങനെ ഇടിയിറച്ചി ആക്കുന്നു എന്നുള്ളത് അടുത്ത വീഡിയോയിൽ കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വ്യത്യസ്തമായ വീഡിയോ നിങ്ങളിലേക്ക് എത്താൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.